काम करने आया तो काम करो, मोबाइल में टाइम पास मत करो, दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी मैं तो मोबाइल चुप रहो, सब जाओ जाओ काम करो. हाँ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു, പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു, അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലോ, ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം, അപ്പോഴേക്കും പോപ്പൻ്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങ് വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോകാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവൻ അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിൽ കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് പോകാൻ വന്നപ്പോൾ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചു അല്ലേ? അത് വിറ്റാ 1 മാസത്തിനോ അതിനേക്കാളും നല്ലോണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാ. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റൂ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം, ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി. ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ബിന്ദൻവലയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോൾ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചായിരുന്നില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ? കൂട്ടത്തിൽ പാസ്പോർട്ട്. എന്താ ശബ്ദം കേട്ടല്ലോ? നിന്റെ അച്ഛനും മതം പൊട്ടിയതാ. മതം പറഞ്ഞാൽ എന്താ വെച്ചാ? മതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം. അതെങ്ങനാ പൊട്ടുന്നേ? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇത്തവണേ കന്യാകുമാരിയിലേക്കാണ് ഞങ്ങളുടെ എക്സ്കർഷൻ. അതിന് അല്ല, എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് ഉറങ്ങണം. ചായക്ക് മുമ്പ് ഇതങ്ങ് കഴിക്കാൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളെത്രയായി? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കുറുനരി. പോയി കണ്ടോളൂ. ഇപ്പോഴോ?
ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അത് ശരി. ഗോപിയേട്ടനില്ല സിനിമ കാണാൻ പോവാനോ? എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുലർച്ചെ 3 മണിക്കാണ്. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വാതിൽ നടക്കട്ടെ. ഒരു മിനിറ്റ് ചായ എടുക്കട്ടെ. പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ. ഗോപിയേട്ടന് ഇത് എന്ത് പറ്റി? വാതിലടയ്ക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ? 3 ലക്ഷം കൃത്യമായിട്ടുണ്ട്. ഓ ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സിൽവിമോ വരാൻ വൈകിയപ്പോൾ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. കുറേ ബുദ്ധിമുട്ടി കാണുമല്ലേ? ഓ ബൈക്ക് പറ്റൂ, പിന്നെ കുറച്ച് അമ്മ വന്നു. അല്ല, അനാഥ മന്ദിരത്തിലെ മദർ അമ്മ, അവർ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്, അത് വിറ്റു. പിന്നെ ഞാനായതുകൊണ്ട് തിരിച്ചു ചോദിക്കില്ല. എന്നാലും എത്രയും വേഗം നമുക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം. അതിന് പ്രയാസമില്ലല്ലോ, ഇറ്റലിയിൽ നിന്ന് മാർഗരറ്റിങ് വന്നാൽ പോരെ? ആ മോളെ പറ്റിയ ഇന്ന് തന്നെ ബാംഗ്ലൂർ പോവാ വിസ വാങ്ങാൻ. ശരി. അപ്പോഴേ സെൽവിമോനെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 17-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാം. എല്ലാം കർത്താവിൻ്റെ കൃപ. മോൻ അകത്തോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. അതെ, ഞാനേ രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം. പഴയൊരു ഫ്ലൈറ്റ് ഫ്രണ്ട് വരുന്നുണ്ട്, വൈകി. ഞാൻ വിളി. ഹലോ, എന്താ? ഒന്ന് ചുമ്മാ ഇരിക്കലേ. നെക്ലേസ് എവിടെ പോവാനാ? വീടിൻ്റെ ജനലോ വാതിലോ ഇളക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതവിടെ തന്നെ കാണും. വേണ്ട, പോലീസൊന്നും പറയണ്ട, അതൊക്കെ ആകെ കുലുമാലാകും. പോലീസ് വേണ്ടേ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം. ഈ നെക്ലസ് എത്ര പോണ്ടായിരുന്നു? പവൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എന്താ ഡേവിസ് ചേട്ടാ കാര്യം? പോവാനുള്ളത് പോയില്ലേ? ആ ഗോപിയേട്ടൻ വന്നല്ലോ. എന്ത് പറ്റി? ഡേവിസ് ചേട്ടനെ മോളിച്ച് വെച്ചേക്കുണ്ടല്ലോ. നെക്ലേസ് മോശം പോയത് അറിഞ്ഞിട്ട് വന്നതാണ് അളിയ. സുധാരണ ഇപ്പോൾ വന്നു. അതൊക്കെ പിന്നെ പറയാ. അളിയൻ എന്താ ഇക്കാര്യം പോലീസിൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഒരു മിനിറ്റ്. അതെ, ഇപ്പോഴത്തെ പോലീസുകാരുടെ കാര്യം അറിയില്ലേ? അവർ വാദിയെ പ്രതിയാക്കി കളയും. മാത്രമല്ല, നെക്ലേസ് ഇവിടെ തന്നെ കാണുന്നേ, വേറെ ഇവിടെ പോവാനാ? വീട് മൊത്തം അരിച്ചു പെറുക്കി. പിന്നെ അത് ഇവിടെ പോയി കുറേയൊക്കെ ശ്രദ്ധ വേണം. ഭാഗ്യത്തിന് ഇവിടുത്തെ എസ്ഐൻ്റെ പരിചയക്കാരനാണ്. അങ്ങേര് ഏത് കള്ളനും സെക്കൻഡ് വെച്ച് പിടിക്കും. അപ്പോൾ പോലീസിൽ പറഞ്ഞു അല്ലേ? വേറെന്താ വഴി? വിരലടയാളം പരിശോധിക്കുന്നവരും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. കള്ളം പോയാലും വിരലടയാളം അവിടെ തന്നെ കാണുമല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോവാം. ലേബേഴ്സിന് കൂലി കൊടുക്കണം, ഇപ്പം തന്നെ വൈകി. കൂലിയൊക്കെ പിന്നെ കൊടുക്കാം. പോലീസുകാർ വരും, വീട്ടുകാരനില്ലാതെ എങ്ങനെയാ? അതല്ല, എനിക്ക് ആട്ട വാങ്ങണം ചപ്പാത്തി ഉണ്ടാക്കാൻ. ആട്ട ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ പ്രശ്നങ്ങളുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറില്ല സുധാര. ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്. ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ? ഇവിടുത്തെ വീട്ടുകാരാണ്, എൻ്റെ അളിയനാണ് സാറേ. അത് ശരി. എന്താ ചോദിച്ചാൽ? വിരലടയാള പരിശോധിക്കുന്ന ആള് അല്ലേ? വന്നിട്ടുണ്ട്. എന്താ? അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിൻ്റെ ഇടയിൽ നീ കള്ളൻ്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ? എവിടെ ജോലി ചെയ്യുന്നത്? അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ. ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാറിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ. അത് സാറില്ല, വരൂ. സുധാര സാർ, ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചോ? എല്ലാവരും പൊക്കോളും, പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയില്ല. പോയിക്കോളും. ശരി, പോയിക്കോളും.